ഇപ്പം സഹസംവിധായകനായിട്ടാണ് സിനിമ രംഗത്തേക്ക് വന്നത്. പിന്നെ കുറുപ്പിൻ്റെ കഥ എഴുതി. അതിനുശേഷം സംവിധായകനായി. അപ്പം ക്യാമറയുടെ മുന്നിലേക്ക് എത്തിയത് മമ്മൂക്കയാണ്. ഒരു നവാഗത സംവിധായകൻ എന്നുള്ളതിൽ ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂക്കയെ ക്യാമറയുടെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞെടുക്കുമ്പോഴും ആക്ഷൻ പറയുമ്പോഴും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു 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 എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ എല്ലാവരും പറഞ്ഞ് അതൊരു ഒരു അർബൻ ലെജൻഡ് പോലെ നിൽക്കുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തെ കൊണ്ട് ആദ്യമായിട്ട് സിനിമ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിൻ്റെതായ ഒരു ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ ആദ്യമായിട്ട് സംവിധാനം ചെയ്യിക്കാനായിട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടായി. ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഒരു നടനാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരാളുമാണ്. പക്ഷെ ഷൂട്ട് എനിക്ക് തോന്നുന്നു തുടങ്ങി ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഒന്ന് മാറി നമുക്ക് കൃത്യമായിട്ട് ജെല്ലാവാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന ദൃശ്യഭാഷ എന്താണെന്നും അതിനകത്ത് നമ്മളിപ്പം നമ്മുടെ ഷോർട്ട് ഡിവിഷൻ പിന്നെ മ്യൂസിക്കിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, എഡിറ്റിംഗ് പാറ്റേൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു പ്രോസസ്സ് ആയിട്ടായിരിക്കും അനുഭവപ്പെടുക എന്നാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കഥാപാത്രത്തെ പറ്റിയും അതിലുപരി അദ്ദേഹം ചെയ്യാൻ പോകുന്ന പർട്ടിക്കുലർ സന്ദർഭത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് ആയിരിക്കും അദ്ദേഹം ചെയ്യാൻ വരുന്നത്, ഒരുങ്ങിയിട്ടായിരിക്കും വരുന്നത്. അദ്ദേഹം ആ ഒരുക്കത്തിന്റെ ഗുണം നമുക്ക് ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ അനുഭവിക്കാനും പറ്റും. കൃത്യമായിട്ട് അദ്ദേഹം നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന പല പല സംഗതികളും ഇങ്ങനെ ഡെലിവറി ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സംശയങ്ങളും കാര്യങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളെയും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അത് ഭയങ്കര നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു ഹൈ തരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്.